ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം ഇക്ബാൽ. ഇപ്പോൾ ഈ വാർത്ത കേട്ടിട്ടുണ്ടാവും. ഈ കുട്ടികൾക്ക് രക്ഷിതാക്കളുടെ ജാമ്യത്തിൽ അവരെ വിട്ടയക്കാനാണ് തീരുമാനം. പ്രോസിക്യൂഷന് വേണ്ടത്ര തെളിവുകൾ ശേഖരിക്കാൻ സാധിച്ചില്ല എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ആശങ്കയുണ്ടോ ഇതിൽ? തീർച്ചയായിട്ടും ആശങ്കയുണ്ട്. വളരെ വേദനാജനകമായ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഞാൻ കടന്നു പോകുന്നത്. ഇനി നമുക്ക് നല്ല ശക്തമായിട്ട് ഞാൻ പ്രതികരിക്കാനാണ് ഞാൻ മുന്നോട്ട് വരുന്നത്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നീചമായ അവസ്ഥയാണ്, വളരെ നീചമായത്. അതായത് ഗവൺമെന്റ് ഇതിന് ഫുൾ സപ്പോർട്ട് ഉണ്ട് എന്ന് എനിക്കിപ്പോ മനസ്സിലായി കഴിഞ്ഞു. അതായത് ഇവർക്ക് ഈ കൊലപാതകത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരിൽ അതല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് അനുകൂലമായിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നീക്കമുണ്ടായി എന്നൊരു ആരോപണമുണ്ടോ? ഈ കൊലയാളികൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വളരെയേറെ സപ്പോർട്ട് ഉണ്ടായി. ഇന്നലെ എനിക്കൊരു റിട്ട് ഹർജി വന്നിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ അറിയാൻ കഴിഞ്ഞത് ഇവർക്ക് ഇതിന് പിന്തുണയ്ക്കാൻ ആളുകൾ ഉണ്ട് എന്ന് എനിക്ക് ശക്തമായി മനസ്സിലായിട്ടുണ്ട്. അന്ന് മുഖ്യമന്ത്രിക്ക് കൊടുത്ത സമയത്തും നിവേദനം കൊടുത്ത സമയത്തും പിന്നെ ഒരു ശക്തമായ ഒരു വാക്ക് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. ഇനി എനിക്ക് ശക്തമായിട്ട് പറയാം, വിദ്യാഭ്യാസ മന്ത്രി ഒരു കോല് പോലെ നിൽക്കല്ലാണ്ട് യാതൊരു ശീല. ഇപ്പൊ ഈ പുതുപ്പാടി പഞ്ചായത്തിലും ഇപ്പൊ ഇതേപോലെ ഒരു വിഷയം ഉണ്ടായി. ആ കുട്ടിക്ക് അടി കൊണ്ടിട്ട് കുട്ടി കോളേജിലാണ്. ഇപ്പൊ ഈ ചെയ്ത കുട്ടികൾക്കൊരു ശിക്ഷ കിട്ടിയിരുന്നെങ്കിൽ ഇതുപോലെ അത് അവിടെ നടക്കില്ലായിരുന്നു എനിക്ക് അറിയാൻ കഴിയുന്നത്. അപ്പൊ ഈ കുട്ടികൾ ഇപ്പോ രക്ഷിതാക്കളുടെ ജാമ്യത്തിൽ പുറത്തിറങ്ങും, അവർ +1 പഠിക്കാൻ പോവുകയും ചെയ്യും. തീർച്ചയായിട്ടും ഓല് പോവല്ലോ. ഓൽക്ക് അതായത് നിയമം അനുസരിക്കുന്ന രീതിയിൽ ഓല് പ്രൊട്ടക്ഷൻ ചെയ്യാൻ ഗവൺമെന്റും ഇവിടെ റെഡിയാണ്. അതായത് മുഖ്യമന്ത്രി നൽകിയ വാക്ക് പാലിച്ചില്ല എന്ന് തോന്നുന്നുണ്ടോ ശ്രീ ഇക്ബാൽ? തീർച്ചയായിട്ടും. അതായത് ഇവർക്ക് കിട്ടേണ്ട ജുവൈനൽ ലോമിൽ അവർ എക്സാം എഴുതിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തുടർ പഠനം ജുവൈനൽ ലോമിൽ ആക്കാമായിരുന്നു എന്നാണ് സകല ആളുകളും ഇവിടുന്ന് പറയാൻ കഴിയുന്നത്. അവരെ എക്സാം എഴുതാൻ ഇത്രയും റിസ്ക് ഉള്ള സമയത്ത്, ഇത്രയും പ്രതിഷേധമുള്ള സമയത്ത് അവർക്ക് എക്സാം എഴുതാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ 3 വർഷം വരെ അവർ പഠിക്കാനുള്ള സാഹചര്യം അവിടെ ഒരുക്കാമായിരുന്നു എന്നാണ് പൊതുസമൂഹം മൊത്തം പറയുന്നതും. ഷഹബാസിന്റെ രക്ഷിതാക്കൾക്കും നീതി കിട്ടിയില്ല എന്ന നിലപാടാണ്. നീതി കിട്ടിയില്ല, ഒരിക്കലുമില്ല. ഇത് എത്ര മന്ത്രിമാരെ ഇവിടെയുണ്ട്. അതൊന്നുമില്ല, നമ്മളെ റിയാസ് ഉണ്ട്, വിദ്യാഭ്യാസ മന്ത്രി. ഇവർ ഏതെങ്കിലും ഒരാൾ വന്ന് എന്നെ സമീപിച്ചിട്ട് ഇങ്ങനെ സംഭവം നമുക്ക് എന്താണ് വേണ്ടത് ചെയ്യാ എന്നുള്ള ഗവൺമെന്റ് എന്ത് കഴിഞ്ഞാലും ഇവിടെ ഒരു പട്ടി ചത്തു കഴിഞ്ഞാൽ അതിനൊരു വില കൽപ്പിക്കുന്ന കാലമാണ് ഇവിടെ. ഇതിൽ ഒരു കുട്ടിയുടെ രാഷ്ട്രീയ ബന്ധം നേരത്തെ വിഷയമായിരുന്നു. അപ്പോൾ ഇതിലുള്ള ഒരു അവരെ പിന്നിൽ അതായത് ഈ ബാലകൃഷ്ണൻ നായർ, അതായത് അവന്റെ അച്ഛൻ, അതായത് വലിയച്ഛൻ ഈ പാർട്ടിയായിട്ട് പല ബന്ധങ്ങൾ. അപ്പോൾ അവരെ വേണ്ടപ്പെട്ട ആളുകൾ സ്വാധീനിക്കുന്ന സമയത്ത് എന്തായി കഴിഞ്ഞാൽ അവർക്ക് സപ്പോർട്ട് ഉണ്ടാവും നമുക്ക് ആദ്യം അറിയാം. എന്നിട്ടും നമ്മൾ പൊട്ടനായി നിന്നുകൊണ്ട് നമുക്ക് നീതി കിട്ടുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോയത്. അപ്പൊ ഇനിയിപ്പം അടുത്ത നീക്കം എങ്ങനെയായിരിക്കും? അടുത്ത നീക്കം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വക്കീലുമായിട്ട് കൂടിയാലോചന നമ്മൾ സുപ്രീം കോടതിക്ക് പോകാൻ പറ്റും നോക്കട്ടെ. എന്താണ് നമ്മൾ സാമ്പത്തികപരമായിട്ട് ഒരു വിഷയം ഉള്ളത് കൊണ്ട് എന്താണോ നമ്മൾ 5 സെന്റ് ആണെങ്കിൽ അത് വിറ്റിട്ട് നമ്മൾ മുന്നോട്ട് പോവാന്നുള്ള കണ്ടീഷനാണ് നമ്മൾ. അതായത് റോഡ് ഇറന്ന് നടന്നാൽ വേണ്ടിയില്ല. എന്തായാലും എന്റെ മകന് നീതി കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു അവസ്ഥ വന്നത് വളരെ വേദനാജനകമാണ്. തീർച്ചയായിട്ടും. താങ്ക് യു ഇക്ബാൽ. ഷഹബാസിന്റെ പിതാവിന്റെ പ്രതികരണമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കേട്ടത്. ഇപ്പോൾ ഈ വാർത്തയോട് ആദ്യം പ്രതികരിച്ചിരിക്കുകയാണ് ഷഹബാസിന്റെ പിതാവ്. റിപ്പോർട്ടർ പുറത്തുവിട്ട വാർത്തയാണ്. ഷഹബാസിന്റെ പിതാവ് പറയുന്നു, മുഖ്യമന്ത്രി നൽകിയ വാക്ക് പാലിച്ചില്ല, പാർട്ടിയിൽ നിന്നും നീതി കിട്ടിയില്ല, സർക്കാരിൽ നിന്ന് നീതി കിട്ടിയിട്ടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇത് അങ്ങേയറ്റം വേദനിപ്പിക്കുന്നു തന്നെ എന്നാണ് ഷഹബാസിന്റെ പിതാവ് ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയോട് പറഞ്ഞിരിക്കുന്നത്.